ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് വാക്ക് ടു ഫ്രീഡം ബൈ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റർ ആയിരുന്നു. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് ഉള്ള ഫൈറ്റർ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഭംഗിയില്ല, അവർക്ക് പഠിപ്പില്ല, അവർക്ക് പൈസയില്ല, അവർ ക്രിമിനൽസ് ആണെന്നൊക്കെ പറയുന്ന ഒരു ബിലീഫ്. സോ ആള് വിശ്വസിച്ചിരുന്നത് പീസിലും ജസ്റ്റിസിലും ആയിരുന്നു. ഒരിക്കലും റിവെഞ്ചും ഹേറ്റഡും ഒന്നും പുള്ളിയുടെ മനസ്സിലുണ്ടായില്ല. ആള് ഫൊഗിവ്നെസ്സിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, അതായത് എല്ലാവരോടും ക്ഷമിച്ചിരുന്നു. റോലി ലഹ്ല മണ്ടേല വാസ് ബോൺ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് പുള്ളി ജനിച്ചത്. പ്രൈമറി സ്കൂളിൽ പുള്ളിയുടെ ടീച്ചർ പുള്ളിയുടെ പേര് നെൽസൺ എന്നാക്കി മാറ്റി, കാരണം ക്രിസ്ത്യൻ നെയിംസ് വേണം നിർബന്ധമായിരുന്നു. ആൾ സോഷ്യലിയും പൊളിറ്റിക്കലിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രോമിനൻ്റ് ആയിട്ടും മുന്നോട്ട് വന്നു. പെട്ടെന്ന് ഫേമസ് ആയി. പിന്നീട് മണ്ടേല അറസ്റ്റഡ് ആയി ഇൻ 1956. പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് ആയി മാറി. ലേറ്റർ ഹി സ്റ്റെപ്പ് ഡൗൺ ആയപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തു. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഓട്ടോബയോഗ്രഫിയാണ് നെൽസൺ മണ്ടേലയുടെ. ഈ ബുക്ക് പുള്ളിയുടെ ഏർലി ലൈഫിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ 27 വർഷം പുള്ളി പ്രിസണിലുണ്ടായിരുന്നു, ജയിലിലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ്. അപ്പാർത്തൈഡ് ഗവൺമെന്റ്, അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഫോളോ ചെയ്യുന്ന ആ അപ്പാർത്തൈഡ് ഗവൺമെന്റിൽ മണ്ടേലനെ ഒരു ടെററിസ്റ്റ് ആയിട്ട് അവർ പ്രഖ്യാപിച്ചു, എന്നിട്ട് ജയിലിൽ അടച്ചു. പിന്നീട് വളരെ മിറാക്കുലസ്ലി പുള്ളീനെ റിലീസ് ചെയ്തു. ഈ എക്സ്ട്രാക്ട് ആളുടെ റിലീസിനെ കുറിച്ചുള്ളതാണ്. ഭയങ്കര അമേസിംഗ് ആയിട്ടാണ് പുള്ളി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന് മുൻവശത്ത് ഓതറിൻ്റെ ഒരു പേജ് ഉണ്ട്. ഓതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഓതറിൻ്റെ വർക്ക്സ്, ഓതറിന് എന്തൊക്കെ അവാർഡ് കിട്ടി, നമ്മളത് വായിച്ചു വിടും. അങ്ങനെ ചെയ്യരുത്. ഒബ്ജക്റ്റീവ്സ് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഗ്ലോസറി ഒക്കെ ഉണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ പറ്റില്ല. അതും കേൾക്കണം. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജസ്റ്റ് ഗിവിങ് യു എ ഹെഡ്സ് അപ്പ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓൺ February 2, 1990, F.W.D. Klerk stood before Parliament to make the traditional opening speech and did something no other South African head of state had ever done. ഈ F.W.D. Klerk എന്ന് പറയുന്നത് ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പുള്ളി ഒരു വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. He truly began to dismantle the apartheid system. Apartheid എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, കറുത്ത വർഗ്ഗക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് പോകുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തൈഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പാർത്തൈഡ് സിസ്റ്റം ആൻഡ് ലേ ദ ഗ്രൗണ്ട് വർക്ക് ഫോർ എ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്ക. ഈ പുള്ളി, അതായത് ഈ F.W.D. Klerk പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ തുടച്ചു കളയാൻ ഉദ്ദേശിച്ചു. In dramatic fashion, Mr. De Klerk announced the lifting of the bans on the ANC, the PAC, the South African Communist Party. പുള്ളി ഒറ്റ രാത്രി കൊണ്ട് ഈ ANC എന്നൊക്കെ പറയുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി, പാൻ ആഫ്രിക്കൻ കോൺഗ്രസ് പാർട്ടിയൊക്കെയാണ്. അതായത് ആഫ്രിക്കൻസിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഈ പാർട്ടികളൊക്കെ ഇത്രയും നാളും ബാൻഡായിരുന്നു. ആ ബാൻ ലിഫ്റ്റ് ചെയ്യിപ്പിച്ചു. The freeing of political prisoners incarcerated for non-violent activities. ഒരുപാട് പേരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. The suspension of capital punishment and the lifting of various restrictions imposed by the state of emergency. The time for negotiation has arrived. ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി. It was a breathtaking moment, for in one sweeping action he had virtually normalized the situation in South Africa. ഒറ്റയടിക്ക് സൗത്ത് ആഫ്രിക്കനെ നേരെയാക്കി. Our world had changed overnight. എല്ലാവരുടെയും ആ സൗത്ത് ആഫ്രിക്കയിലുള്ള സകലമാനം മനുഷ്യരുടെയും വേൾഡ് ഓവർനൈറ്റ് ആയിട്ട് മാറി ഒറ്റ രാത്രി കൊണ്ട്. After 40 years of persecution and banishment, the ANC was now a legal organization. അതായത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വർക്ക് ചെയ്തിരുന്ന പാർട്ടി, ഇപ്പോൾ ഒരു ലീഗൽ ഓർഗനൈസേഷനായി മാറി. I and all my comrades could no longer be arrested for being a member of the ANC. അതായത് നെൽസൺ മണ്ടേല ഇനി ആർക്കും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ANC-യുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ANC-യുടെ മേലുള്ള ബാനൊക്കെ ലിഫ്റ്റായി. For carrying its green, yellow and black banner. ആ ബാനർ ക്യാരി ചെയ്തുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. For speaking its name, ANC എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. For the first time in almost 30 years, my picture and my words and those of all my band comrades. അതായത് 30 വർഷത്തിന് ശേഷം നെൽസൺ മണ്ടേലയുടെ പിക്ചേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ ഇറങ്ങി. could freely appear in South African newspapers. ഇനിയിപ്പോൾ ന്യൂസ് പേപ്പറിൽ ഫ്രീ ആയിട്ട് പുള്ളിയുടെ പേര് വരാൻ തുടങ്ങി, പുള്ളിയുടെ പിക്ചർ വരാൻ തുടങ്ങി. Amidst all the good news, however, the ANC objected to the fact that Mr. De Klerk had not completely lifted the state of emergency or ordered the troops out of the townships. ANC അപ്പോഴും പറഞ്ഞു ഈ ഡേ ക്ലർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ നോട്ട് 100%.
On February 9, 7 days after Mr. de Klerk's speech opening Parliament, I was informed that I was again going to Turnhouse. I arrived at 6 o'clock in the evening. അതായത് February 9, 7 ദിവസം കഴിഞ്ഞു ഈ മാറ്റങ്ങളൊക്കെ വന്നിട്ട്. എന്നിട്ടുള്ള കാര്യമാണ് പറയണത്. I met a smiling Mr. de Klerk. അയാൾ ജയിലിലാണ് നെൽസൺ മണ്ടേല. പക്ഷേ de Klerkനെ മീറ്റ് ചെയ്തു in his office, and as we shook hands, he informed me that he was going to release me from prison the following day. അപ്പോഴാണ് de Klerk ആ ഗുഡ് ന്യൂസ് പറയുന്നത്, നിങ്ങൾ റിലീസ് ചെയ്യാൻ പോവുക നാളെ എന്ന് പറയും. Although the press in South Africa and around the world had been speculating for weeks that my release was imminent. അതായത് 7 ദിവസമായിട്ട് സൗത്ത് ആഫ്രിക്കയിലും വേൾഡ് മുഴുവൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളീനെ ഇപ്പോൾ റിലീസ് ചെയ്യുന്ന നെൽസൺ മണ്ടേലനെ. മിസ്റ്റർ de Klerk's announcement nevertheless came as a surprise. ഇതൊക്കെ അറിയാമെങ്കിൽ കൂടെ നെൽസൺ മണ്ടേലയ്ക്ക് ആ ന്യൂസ് ഒരു സർപ്രൈസ് ആയിരുന്നു. I had not been told that the reason Mr. de Klerk wanted to see me was to tell me that he was making me a free man. അതായത് പുള്ളിനെ കാണുന്നത്, de Klerkനെ കാണുന്നത് റിലീസിൻ്റെ കാര്യം പറയാനാണെന്ന് നെൽസൺ മണ്ടേലയ്ക്ക് അറിയണ്ടായില്ല. I felt a conflict between my blood and my brain. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്തു. I deeply wanted to leave prison as soon as I could. പുള്ളിക്ക് എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹം. But to do so on such short notice would not be wise. ഇത്ര പെട്ടെന്ന് ഇറങ്ങണമെന്ന് തോന്നിയില്ല. I thanked Mr. de Klerk. അപ്പോൾ നെൽസൺ മണ്ടേല താങ്ക് യു പറഞ്ഞു. And then said that at the risk of appearing ungrateful, I would prefer to have a week's notice. എന്ന് പറഞ്ഞു, ഞാൻ അൺഗ്രേറ്റ്ഫുൾ ആവണതല്ല, പക്ഷേ എന്നെ ഒരാഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്താൽ മതി എന്ന് പറയും. In order that my family and my organization could be prepared for my release. എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഓർഗനൈസേഷനൊക്കെ ഞാൻ റിലീസ് ആവണതിന് പ്രിപ്പയർഡ് ആവണം. സോ ഒരാഴ്ച സമയം വേണം. Simply to walk out tomorrow, I said, could cause chaos. അതായത് പെട്ടെന്ന് നാളെ ഇറങ്ങാൻ ശരിയാവില്ല, കൺഫ്യൂഷൻ വരും. I asked Mr. de Klerk to release me a week from that day. അതായത് എന്നെ നാളെ റിലീസ് ചെയ്യരുത്, എന്നെ ഒരാഴ്ച കഴിഞ്ഞ് റിലീസ് ചെയ്യണം. After waiting 27 years, I would certainly wait another 7 days. എന്തായാലും 27 വർഷമായി, ഇനി ഒരു 7 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. de Klerk was taken aback by my response. de Klerk ഞെട്ടിപ്പോയി. Instead of replying, he continued to relate the plan for my release. പുള്ളി അതിനെക്കുറിച്ച് ഉത്തരവൊന്നും പറഞ്ഞില്ല. He said that the government could fly me to Johannesburg and officially release me there. പുള്ളി പറഞ്ഞു, നിങ്ങളെ ഗവൺമെൻറ് ജോഹാനസ്ബർഗിൽ എത്തിക്കും, അവിടെ നിന്ന് നിങ്ങൾ റിലീസ്ഡ് ആവും. Before he went any further, I told him that I strongly objected to that. കൂടുതൽ പറയുന്നതിന് മുമ്പ് നെൽസൺ മണ്ടേല പറഞ്ഞു, സമ്മതിക്കില്ല. I wanted to walk out of the gates of Victor Wester. എനിക്ക് വിക്ടർ വെസ്റ്ററിൽ നിന്നാണ് ഇറങ്ങേണ്ടത്. And be able to thank those who looked after me and greet the people of Cape Town. അതായത് കേപ്പ് ടൗണിലെ ആളുകളോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. Though I was from Johannesburg, Cape Town had been my home for nearly 3 decades. അതായത് ജോഹാനസ്ബർഗ് ആണ് എൻ്റെ ബർത്ത് സ്ഥലം, പക്ഷേ എനിക്ക് കേപ്പ് ടൗൺ ആയിട്ട് ഭയങ്കര ബന്ധമുണ്ട്. I would make my way back to Johannesburg, but when I chose to, എനിക്ക് അങ്ങോട്ട് പോകണം, പക്ഷേ അത് ഞാൻ തീരുമാനിക്കുമ്പോഴാണ്. Not when the government wanted me to. ഗവൺമെൻറ് പറയുമ്പോഴല്ല. Once I am free, I said, I will look after myself. ഞാൻ ഫ്രീ ആവട്ടെ, എന്നിട്ട് ഇതൊക്കെ ചെയ്യാം. de Klerk was again non-pulsed. അതായത് പുള്ളി അപ്പോഴും വിശ്വസിക്കാത്ത പോലെ നിന്നു. But this time my objections caused a reaction. പക്ഷേ ഇപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടായി. He excused himself and left his office to consult with others. ഞാൻ ബാക്കിയുള്ളവരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോവും. After 10 minutes, he returned with a rather long face. ഒരു ലോങ് ഫേസ് ആയിട്ട് പുള്ളി തിരിച്ചു വരും. Mr. Mandela, it is too late to change the plan now. ഇനി പ്ലാൻ ചേഞ്ച് ചെയ്യാൻ എളുപ്പമല്ല. I replied that the plan was unacceptable and that wanted to be released a week hence. അപ്പോൾ പുള്ളി വീണ്ടും പറഞ്ഞു, എന്നെ ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഇറക്കിയാൽ മതി. And at Victor Wester, not Johannesburg. വിക്ടർ വെസ്റ്ററിലാണ് എന്നെ ഇറക്കേണ്ടത്, ജോഹാനസ്ബർഗിലല്ല. It was a tense moment, and at that time, neither of us saw any irony in a prisoner asking not to be released and his jailer attempting. അതായത് ഇത് ഭയങ്കര ഐറോണിക്കലായിട്ട് തോന്നി. കാരണം ജയിലിൽ കിടക്കുന്ന ആൾക്ക് പുറത്തേക്ക് പോവും വേണ്ട, ജയിലിൽ പിടിച്ചിട്ട് ആൾ ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. de Klerk again excused himself and left the room. പുള്ളി വീണ്ടും ഞാൻ ആൾക്കാരോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകും. After 10 minutes, he returned with a compromise. പുള്ളി തിരിച്ചു വന്നപ്പോൾ പുള്ളി ഒരു കോംപ്രമൈസ് ആയിട്ടാണ് വന്നത്. Yes, I would be released at Victor Wester, but no, the release could not be postponed. അതായത് വിക്ടർ വെസ്റ്ററിൽ തന്നെ നിങ്ങളെ ഇറക്കും, പക്ഷേ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല, നാളെ തന്നെ ഇറങ്ങണം. The government had already informed the foreign press that I was to be set free tomorrow. ഓൾറെഡി ഫോറിൻ പ്രസ്സിനെയും മീഡിയനും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു നാളെ ഇറങ്ങുന്നുള്ളത്. ആൻഡ് ഫെൽറ്റ് they would not renege on that statement. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇനി മാറ്റാൻ പറ്റില്ല. I felt I could not argue with that. ഇതിനോട് തല്ലുപിടിക്കാൻ നെൽസൺ മണ്ടേലയ്ക്ക് ആയി എന്ന് തോന്നിയില്ല. In the end, we agreed on the compromise. പുള്ളി കോംപ്രമൈസിന് എഗ്രി ചെയ്തു. And Mr. de Klerk poured a tumbler of whiskey for each of us to drink in celebration. മിസ്റ്റർ de Klerk 2 പേർക്കും ഒരു വിസ്കി ഒഴിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു.
ഐ റേസ് ദ ഗ്ലാസ് ഇൻ എ ടോസ്റ്റ്. അപ്പോൾ നെൽസൺ മണ്ടേല ആ ഗ്ലാസ് ഇങ്ങനെ റേസ് ചെയ്ത് ടോസ്റ്റ് ചെയ്യണ പോലെ കാണിച്ചു. ബട്ട് ഓൺലി പ്രിറ്റൻഡഡ് ടു ഡ്രിങ്ക്. കുടിക്കണ പോലെ കാണിച്ചു, പക്ഷെ കുടിച്ചില്ല. സച്ച് സ്പിരിറ്റ്സ് ആർ ടു സ്ട്രോങ് ഫോർ മീ. ഈ സമയത്ത് കുടിച്ചാൽ നേരെ ആവില്ല എന്ന് പുള്ളി വിചാരിച്ചു. I did not get back to my cottage until shortly before midnight, whereupon I immediately sent word to my colleagues in Cape Town that I was to be released the following day. പുള്ളിയുടെ ഫാമിലിനെ, ഫ്രണ്ട്സിനെ, ഓർഗനൈസേഷനെ ഒക്കെ അറിയിക്കാൻ ശ്രമിച്ചു പിറ്റേ ദിവസം ഇറങ്ങുന്നുള്ള കാര്യം. I managed to get a message to വിന്നി. വിന്നി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സെക്കൻഡ് വൈഫാണ്. വിന്നിക്ക് ഒരു മെസ്സേജ് കൊടുത്തു. ആൻഡ് ടെലിഫോൺ വാൾട്ടർ ഇൻ ജോണാസ്ബർഗ്. വാൾട്ടർ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ടും അസോസിയേറ്റും ആണ്. അപ്പോൾ പുള്ളീനെയും അറിയിച്ചു. They would all fly in on a chartered plane the next day. എല്ലാവരും കൂടെ പ്ലെയിനിൽ അടുത്ത ദിവസം വരും. That evening, a number of ANC people on what was known as a National Reception Committee came to the cottage to draft a statement that I would make the following day. ANC-കാർ വന്ന് മീറ്റ് ചെയ്തു. They left in the early hours of the morning. അവർ പോയപ്പോഴേക്കും പുലർച്ചയായി. And despite my excitement, I had no trouble falling asleep. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷെ എന്നാലും നല്ലോണം ഉറങ്ങി. കൺക്ലൂഷൻ, നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് ഒരു വാറിയറാണ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗൻസ്റ്റ് ഫൈറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. ഈ ചാപ്റ്ററിൽ എന്താ, നന്മ എന്തോരം ജയിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഹൗ മണ്ടേല റൈസസ് ബാക്ക് ടു പവർ. അത്രയും നാൾ ജയിലിലിട്ട് ഉപദ്രവിച്ച ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി, അത്രയും ജയിച്ചു പുള്ളി. ആൻഡ് അതൊരു ഭയങ്കര മിറാക്കുലസ് ആയിട്ടൊരു കാര്യം, ഭയങ്കര ഒരു മിറക്കിളായിരുന്നു. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ചാപ്റ്റർ. അതായത് ഗുഡ്നെസ് ട്രയംഫ് ചെയ്യും എന്നുള്ളത് നന്മയുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ചാപ്റ്റർ. അതായത് എന്നെങ്കിലുമൊക്കെ നന്മ ജയിക്കും എന്ന് ഈ ചാപ്റ്ററിലൂടെ നെൽസൺ മണ്ടേല പറഞ്ഞു വെക്കുന്നു. താങ്ക് യു.